തങ്കം ഇന്നലെ രാത്രി നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്ന? എന്നിട്ടാണോ നിങ്ങൾ എത്ര വിളിച്ചിട്ട് ഉണരാതെ കിടന്ന് കളഞ്ഞത്? ഞാനൊരു 100 പ്രാവശ്യം വിളിച്ച്, പോരാത്തതിന് കരകം വന്നൊരു 200 പ്രാവശ്യം വിളിച്ചെന്ന് തന്നെ പറയാം. അവൻ അവസാനം മടുത്ത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉറക്കമുണ്ടാ? സിനിമയ്ക്കോ ഇല്ലമ്മേ. ഫസ്റ്റ് ഷോ കാണാൻ പോയാ സെക്കൻഡ് ഷോ കാണാൻ പോയാ? ഉറങ്ങുമ്പോഴോ? ഉറങ്ങുമ്പോഴോ? എന്തായാലും ഇതൊരു വല്ലാത്ത ഉറക്കമായി പോയി. ഇന്നലെ അവിടെ എന്തുവായിരുന്നു സംഭവം നിനക്കറിയാമോ? എന്താ ജമന്തിക്ക് തീരെ വയ്യായിരുന്നു. ഇവർ 2 ദിവസം കൊണ്ടാണെങ്കിൽ അവളങ്ങനെ ഒരു ആഹാരം കഴിപ്പൊന്നും ഇല്ലാതെ തുടങ്ങി. എന്നിട്ടാണെങ്കിൽ എൻ്റെ ദൈവമേ, കൈവലിക്കുന്നു, കാല് വലിക്കുന്നു, ഓർഗാനിക്കുന്നു, തലകറങ്ങി വീഴുന്നു, എനിക്കൊന്നും അറിഞ്ഞൂടാ. അവസാനം എന്നിട്ട് നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി ഞങ്ങൾ കൂടെ ആശുപത്രി എടുത്തോണ്ട് പോയി. അത് കൊള്ളാമോ? എന്നിട്ട് എന്തോന്നാണ് പരിശോധിച്ച് നോക്കുമ്പോൾ അസുഖമൊന്നുമില്ല. ഒരു കൊച്ചിനെ കാണാൻ ആഗ്രഹിച്ചില്ല എന്റെ കുഞ്ഞിന്റെ. ദൈവം അത് സാധിച്ചു തന്നു. ആറ്റുകാലം വെച്ച് എത്ര നേർച്ച അറിയാമോ? ജമന്തി, എന്താ ജമന്തി ഈ കാണിക്കണം? ജോലി കൂടെ തന്നു നീ ഇവിടെ തന്നേ. നിന്നോട് എന്താ ഡോക്ടർ പറഞ്ഞത്? പറ. ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇനി 10 മാസം വരെ നീ ഈ സാധനം കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് അടിയാണ്. ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞില്ലേ? ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കൈകൊണ്ട് തൊടാൻ പാടില്ല എന്നർത്ഥം. പിന്നെ അങ്ങനെയൊന്നും ഡോക്ടർ പറഞ്ഞില്ലേ? ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ എന്താ ശ്രദ്ധിക്കണ്ടല്ലോ? ആ സംഗതി കൈകൊണ്ട് തൊടാൻ പാടില്ല. പിന്നെ ഇവിടെ ഒന്ന് അടിച്ചു വാരണ്ടേ? ഇടി അടിച്ചു വാരണം അതിന് ഞാൻ ഇല്ലേ? ഇല്ലെങ്കിൽ അമ്മ ഇല്ലേ? ഇല്ലെങ്കിൽ അവിടെ തങ്കുണ്ട്, ക്ലീറ്റസ് ഉണ്ട്. എന്ത് പറഞ്ഞാലും ഞങ്ങൾ എല്ലാവരും ചെയ്യില്ലേ? പിന്നെ ഏട്ടാ, ആ ഉമ്മർ ആകെ മുഷിഞ്ഞ് കിടക്കണം, ഒന്ന് അടിച്ചു വാരൂ. അല്ലെങ്കിൽ അടുക്കള കിടക്കണ കിടപ്പ് കണ്ടോ, മുറ്റം കണ്ടില്ലേ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യില്ലേ? ഞാൻ ചെയ്യും. പോയിട്ടാ ഏട്ടന് വേറെ ഒരു ജോലിയില്ലേ? ജമന്തി, ഞാനൊരു കാര്യം ആലോചിക്കുക. ഞാനൊരു 10 മാസം ലീവ് എടുത്താലോ? എന്തിന്? ഏട്ടനാണ് പ്രസവിക്കാൻ പോണേ, ഞാനല്ലേ? പ്രസവിക്കാൻ പോകുന്നത് നീ തന്നെ. പക്ഷെ നിന്നെ നന്നായി നോക്കിയില്ലെങ്കിൽ നീ നന്നായിട്ട് പ്രസവിക്കില്ല. ഏട്ടന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ലോകത്തിൽ ആദ്യമായിട്ട് പ്രസവിക്കാൻ പോണത് ഞാനാണ്. ജമന്തി, നീ ഇതുപോലുള്ള ജോലികളൊന്നും ചെയ്യരുതിട്ട് മോളെ. ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മോട് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ അവിടെ തങ്കം. 24 മണിക്കൂർ രണ്ടുപേരും തമ്മിൽ വഴക്കാ. പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് തന്നെ. ഇനി വേറൊരു കാര്യം, നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? എനിക്കിപ്പോ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. പറ, എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? കഴിക്കണം. ജിലേബി കൂടുതൽ കഴിക്കരുത്, അത് ഷുഗർ ഉണ്ടാക്കും. എന്താ കുഴപ്പമെന്നറിയോ? എന്തെങ്കിലും കഴിക്കാനുള്ള സാധനം നമ്മൾ കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു കൊതിയായിട്ട് അങ്ങനെ കിടന്നാൽ, കഴിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പിറക്കുന്ന കുഞ്ഞിന്റെ ഈ വായിലൂടെ ഇങ്ങനെ തൊലിച്ചിറങ്ങിക്കൊണ്ടിരിക്കത്ര. സത്യം, ഞാൻ 5 വയസ്സ് വരെ അങ്ങനെ ഇരുന്നു. അമ്മക്ക് എന്തെന്നാ കഴിക്കാൻ പറ്റാഞ്ഞേ? അമ്മക്ക് എന്തോ ഉണക്കൽ മീനോ എന്തോ അച്ഛൻ വായിച്ചു കൊടുക്കില്ല അത്ര. അങ്ങനെ പറ്റുള്ളൂ. അതുകൊണ്ട് മോഹമുള്ളതൊക്കെ കഴിക്കണം. നിങ്ങൾ എന്താ വെള്ളം കണ്ടിട്ടില്ലേ ക്ലീറ്റോ? എടി വെള്ളം ഇല്ല, ഞാനേ കുളിച്ചിങ്ങനെ വന്ന് അരബക്കറ്റ് വെള്ളത്തിലാ കുളിച്ച്. ഇച്ചിരി എണ്ണ എടുത്ത്. അതൊക്കെ പിന്നെ ക്ലീറ്റോ, ഒരു സന്തോഷമുണ്ട് ക്ലീറ്റോ. എന്തോ അടി? വേണ്ടായിരുന്നു. എനിക്കല്ല, പിന്നെ ആർക്കാ? ജമന്തിക്ക്. ആണോ? കള്ളം പറയരുത്. സന്തോഷം കൊണ്ട് നിക്കാൻ പറ്റുന്നില്ല എനിക്ക്. എന്തായാലേ നിനക്കറിയാമോ ഓടി, ഈ കനകനുണ്ടല്ലോ എത്ര നാള് കൊണ്ട് എന്നോട് ഇതും പറഞ്ഞ് കരയാൻ തുടങ്ങിയത് അറിയാമോ? ഞാൻ കുറേ നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ടായി. എന്തായാലും കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടല്ലോ, എനിക്ക് സന്തോഷമായി.
പിന്നെ നിന്നോടൊരു കാര്യം പറയാം, ഇനി അവളുടെ കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ വേണം. അത് ചുമ്മാ അവളോട് പോയി വഴക്കിടാൻ നിന്ന് നിൽക്കരുത്. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് അവിടെ പോയി നിൽക്കാം. ആയിക്കോട്ടെ. അപ്പൊ അവർക്ക് എനിക്ക് നല്ല പോഷക സമൃദ്ധമായ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുമല്ല, അവളെ കൊണ്ട് ഇനി ഒരു ജോലിയും ചെയ്യിക്കരുത്. അമ്മയുടെ കാര്യവും അവളുടെ കാര്യവും നീ തന്നെ നോക്കണം. എല്ലാം കൂടി എനിക്ക് നോക്കാൻ പറ്റുമോ ക്ലീറ്റോ? പിന്നെ അത് ഞാനും വരാൻ സഹായിക്കാൻ. അത് മതി, അത് മതി. പിന്നെ വേറൊരു കാര്യം, ഈ സമയത്ത് കുറെ ഇഷ്ടവിഭവങ്ങളുടെ ഒരു കൊതി ഉണ്ടാകുമല്ലോ. നമുക്ക് കുറച്ച് മീൻ വറുത്തുകൊണ്ട് കൊടുക്കാം. മീന് മത്തി മേടിക്കാം. ഞാനേ ആ ലാസറിന്റെ കയ്യിൽ നിന്ന് കുറച്ച് നല്ല മത്തി മേടിക്കാം. ക്ലീറ്റോന് തെങ്ങ് കറങ്ങാൻ അറിയാമോ? പിന്നെന്താ? അങ്ങനെയാണെങ്കിൽ 2 കരിക്ക് വീതം വേണം, എല്ലാ ദിവസവും വേണം. 2 കരിക്കൊന്നും പോരാ, ഞാൻ ഒരു കൊല വെട്ടിയിട്ട് നീ അത് സമയാസമയം അവൾ തോന്നുന്നു അവൾ ചോദിക്കുമ്പോൾ അങ്ങ് കൊടുത്തോണം. മതി. പിന്നീടി നിനക്ക് പണ്ട് ഇതായിരുന്നപ്പോ ഒരു സാധനം കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നല്ലോ, പൊതിച്ചോറ്. അത് ഇവക്ക് ഉണ്ടാക്കി കൊടുത്തോണം കേട്ടാ. പിന്നെ വേറെന്താ ചെയ്യണേ? നമുക്ക് കുറച്ച് മീൻ അങ്ങ് വറുത്ത് കൊടുക്കാം. മീൻ വേണം, ഒപ്പം ഇച്ചിരി ബീഫും വേണം. ബീഫ് ഒലത്തി കൊടുക്കണം. ആണല്ലേ? പിന്നെ പച്ചക്കറി കൊടുക്കാതിരിക്കരുത്. അതെന്തിനാ? അത് കുട്ടിയുടെ ബുദ്ധി വളരാൻ വേണ്ടി നല്ലത്. നമ്മുടെ കനകനെ പോലെ നല്ലൊരു ചെണയുള്ള ആൺകുട്ടി ആവണ്ടേ. ക്ലീറ്റോ, അവളെ ആരെ കാണിക്കും? നമുക്ക് വൈറ്റാട്ടിനെ കാണിക്കണോ ഡോക്ടറെ കാണിക്കണോ? ഡോക്ടറെ കാണിക്കണം, പക്ഷെ ഒപ്പം വൈറ്റാട്ടിയുടെ ഒരു ശ്രദ്ധയും കൂടെ ഇരിക്കണം, നല്ലതായിരിക്കും. നല്ലതാ. അപ്പൊ വൈറ്റാട്ടിനെ കാണിക്കാം. നിന്നെ നോക്കിയില്ലേ, ആ വൈറ്റാട്ടിനെ തന്നെ വിളിക്കാം. അവരെ വിളിക്കാം. പിന്നെ ഈ ആശുപത്രിയിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു വണ്ടി വേണ്ടേ? വേണം. അതിനായിട്ട് കനകനെ ചുമ്മാ ബുദ്ധിമുട്ടിക്കണ്ട. അവന് ഒരു ടെൻഷനും കൊടുക്കരുത്. അവനൊന്നും അറിയിക്കണ്ട. അതൊരു അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ. എന്തായാലും കാർ മതിയാവോ? പിന്നെന്തോ ലോറി വേണോ? കാറ് മതി. അതെ, നമ്മുടെ ഈ ചെക്കൻ എന്തോ പേരിടും? ജമന്തി. ജനകൻ നല്ല പേരാ, നല്ല. പക്ഷെ പെണ്ണാണെങ്കിലോ? പെണ്ണായിരിക്കില്ലല്ലോ. പെണ്ണാണെങ്കിലോ? പെണ്ണാണെങ്കിൽ ജനകി. ജാനകി. ജാനകി നല്ലതാ. നല്ല പേരാ. ജാനകി. രണ്ടെണ്ണം ആവുമായിരിക്കും ചിലപ്പോ. ക്ലീറ്റോ, നമുക്ക് സമയം കളയാനില്ല. എന്നാ ഒരു കാര്യം ചെയ്തോ, ക്ലീറ്റോ പോയി പൊതിച്ചോറ് കെട്ടാനുള്ള ഇല വെട്ടിക്കൊണ്ടുപോവാ. ഞാനിപ്പോ ചോറിന്റെ കാര്യങ്ങൾ നോക്കാം. ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? എന്തെങ്കിലും ജോലി പോയി കണ്ടും കണ്ടി ചെയ്യണേ. അമ്മ ഏട്ടൻ പറഞ്ഞത് ഒന്നും ചെയ്യരുതെന്നാ. അതെന്തിന് ഒന്നും ചെയ്യാതിരിക്കുന്നത്? റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ ഏട്ടൻ. എന്തോന്ന് റെസ്റ്റ്? അവൻ എത്ര പ്രസവം കഴിഞ്ഞതാ? റെസ്റ്റ് എടുക്കാൻ അവനെ വിളിക്കണോ ഞാൻ ഇനിയിപ്പം? അതല്ല, ഡോക്ടറും പറഞ്ഞ് ശരീരം അനങ്ങരുതെന്ന്. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞ ശരീരം അനങ്ങിയ വല്ല കേടും ഉണ്ടാവും, ഫുൾ ടൈം റെസ്റ്റ് എടുത്തോണം. അത് ശരി, കുറെ ഡോക്ടർമാർ ഇറങ്ങിയിട്ടുണ്ട്. നീയേ ഒരു കാര്യം ചെയ്യും, അപ്പുറത്ത് കുറച്ച് വിറവ് കിടപ്പുണ്ട്, പോയി വെട്ടി കയറി മാറ്റി അങ്ങോട്ട് വയ്യേ, ആ ചായപ്പിലോട്ട് വയ്യേ. അതേ മഴക്കാലോ വരുന്നത്. ഏട്ടൻ എന്നെ വഴക്ക് പറയും അതൊക്കെ ചെയ്താൽ. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഏട്ടൻ വഴക്ക് പറയും. ഇപ്പൊ കുറെ പെണ്ണുങ്ങളും ആണുങ്ങളും ഇറങ്ങിയിരിക്കുന്നത്. ഗർഭിണിയാണെന്നൊരു സംശയം തോന്നി അപ്പോഴേ ഡോക്ടറെ അടുത്തേക്ക് ഓടിക്കൊള്ളും. എന്തിനാ? ബെഡ് റെസ്റ്റ്, കോട്ടൺ ബെഡ് റെസ്റ്റ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പണ്ടുള്ളവരെ നല്ല വൃത്തിയായിട്ട് കൈ നീട്ടി ഇരുന്ന് അങ്ങോട്ട് അരയ്ക്കുമായിരുന്നു. അതുകൊണ്ട് എന്താ, പാടത്ത് പണിയെടുക്കുന്നവരെന്താ, കൊയ്ത് കൊണ്ടുവന്ന് നെല്ല് പുഴുങ്ങി കുത്തി വറുക്കും. മഴയാണെങ്കിൽ വറുത്തിട്ട് നെല്ല് കുത്തി അന്ന് കഞ്ഞി ഉണ്ടാക്കും. അന്ന് തന്നെ പോയി കിടന്ന് പ്രസവിക്കുകയും ചെയ്യും. ആ ദിവസം ഒരു ഡാക്ടറും ഇല്ല, ഒന്നുമില്ല. വല്ലവരും ആശുപത്രി പോയി പ്രസവിച്ച് നിനക്ക് അറിയാമോ? ജോലി ചെയ്യപ്പെണ്ണേ അങ്ങോട്ട്. ഇത് കഷ്ടമാണെന്ന് പറ. കുറെ പുതുമക്കാരിറങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യണോ? ഒരു കാര്യം ചെയ്യ്, തേങ്ങ ചിരണ്ടി കൈ നീട്ടി അങ്ങോട്ട് അരയ്ക്ക്. പുഴുക്കല അവിടെ കിടപ്പുണ്ട്, എടുത്തങ്ങോട്ട് നെല്ല് കുത്തും. അല്ല, എനിക്ക് തുണി അലക്കാനുണ്ട്. എന്നാ പോയി തുണി അലക്കിയിട്, അതായാലും മതി. കുറേ വാരി കൂട്ടി വെച്ചിട്ടുണ്ട്, കൊതുകും അതും ഇതുമായിട്ട്. Alien versus Alien.